അങ്ങനെ കുറേ നാൾക്ക് ശേഷം എ ഡേ വിത്ത് മൈ ഡാഡി കൂൾ ഞങ്ങൾ നേരെ ടാക്സിയും പിടിച്ച് പോയത് അൽവദ മാളിലോട്ടാട്ടോ. എൻ്റെ എറണാകുളത്തെ ജീവിതശൈലി കണ്ടിട്ടാണോ എന്നറിയില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞു മോളെ ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ പോരെ, നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ വേണമെന്ന്. അങ്ങനെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ DIB ബാങ്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോയ കാര്യം നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ചക്കമേള കാണാൻ വേണ്ടി ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടോ. എന്തോരം വെറൈറ്റി ചക്കയായിരുന്നു അറിയോ. ഈ ചക്ക കണ്ടപ്പോൾ ശരിക്കും ഞാൻ നാട്ടിലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ശോഭ ചിറ്റമ്മ എപ്പോഴും ചക്ക കൊണ്ട് തരുമായിരുന്നു ചക്ക സീസൺ ആവുന്ന സമയത്ത്. പക്ഷെ ശോഭന ഇപ്പം എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നു. കാരണം വെറുതെ എനിക്ക് തന്നുകൊണ്ടിരുന്ന ചക്കയ്ക്ക് ഇവിടെ ഒടുക്കത്തെ വിലയാണ്. അതുപോലെ തന്നെ ചക്കക്കുരുവിന് പോലും എൻ്റെ പൊന്നെ എന്ത് വിലയാണെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ച് പോകും. അങ്ങനെ ഞാൻ കഴിക്കാതെ ഈ ഒരു കുഞ്ഞു ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിൽ പല സ്ഥലത്തെ ചക്കകൾ ഇവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ കടച്ചക്ക കണ്ടു. പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം വെക്കാനുള്ള അട പലതരത്തിൽ അവിടെ വന്നിട്ടുണ്ട്. കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലുലുവിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ക്യൂട്ട് കുറച്ച് മിഠായി കണ്ടു കേട്ടോ, മൊയൽകൂട്ടൻ്റെ. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര റേറ്റാന്നേ, അവിടെ ഒന്നും പോകാനേ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടായ റഹ്മത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു അടിപൊളി പൊതിച്ചോറ്, ഒരു 2 പേർക്ക് ഒരു ചോറ് കഴിക്കാൻ പറ്റും, അമ്മാതിരി ക്വാണ്ടിറ്റി. അങ്ങനെ എൻ്റെ അച്ഛനോട് ഞാൻ ടാറ്റ ബൈ പറഞ്ഞ് എൻ്റെ റൂമിലെത്തി. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം ഞാൻ മേടിച്ച എൻ്റെ ചക്ക ഞാൻ കഴിച്ചു. ഒരു അടിപൊളി സാധനം, കഴിക്കാത്തൊരു ട്രൈ ചെയ്യണം കേട്ടോ.